1956 ശേഷം ഇത്രയേറെ, ഞാനെപ്പോഴും പറയുന്നതാണ്, അഴുകി പുഴുത്ത് പൂത്ത് ചീഞ്ഞ് നാറിയ ഒരു ഭരണം. ഞാൻ പറഞ്ഞ ഭരണം എന്ന് പറയുമ്പം ഇടത് ഭരണം എന്നല്ലേ പറയുന്നത്, ഇടതും വലതും ചേർന്നാൽ എടുത്താൽ പോലും ഇത്രയും മോശം ഒരു ഭരണം. കാരണം ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണം ഉണ്ടായിട്ടുണ്ട്, ഇതിനു മുമ്പ് ആൻ്റണിയുടെ ഭരണം ഉണ്ടായിട്ടുണ്ട്, കരുണാകരൻ്റെ ഭരണം ഉണ്ടായിട്ടുണ്ട്. ഈ ഭരണങ്ങളുമായി എല്ലാം താരതമ്യം ചെയ്ത് നോക്കിയാൽ ഏറ്റവും പുഴുത്ത ഒരു ഭരണമാണ് ഇവിടെ കഴിഞ്ഞ 9 വർഷക്കാലമായി അധികാരത്തിരിക്കുന്നത്. ഇനി ഒരു വർഷമേ ഉള്ളൂ. ഈ ഭരണത്തിനെതിരെ ഏറ്റവും കൂടുതൽ രോഷവും പ്രതിഷേധവും അമർഷവും ഉള്ളത് അവരുടെ സ്വന്തം വോട്ട് ബാങ്കിൻ്റെ കയ്യിലാണ്. അതെ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് CPM കാരനെ കണ്ടപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? പറഞ്ഞത് നവകേരള സദസ്സ് എന്നും പറഞ്ഞുകൊണ്ട് ആണല്ലോ ഇരിക്കുന്നത്, ഇനി ഒന്നുകൂടി ജയിപ്പിച്ചാൽ നവകേരള ഇന്ത്യയാകുമെന്ന്. ഒരു CPM കാരൻ, ആരാണെന്ന് കൂടുതൽ വിശദമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല, പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ പൂഴ്ത്ത് ചീഞ്ഞു നാറിയ ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ അമർഷമുള്ളത് CPM കാർ. ഒരു കാരണവശാലും പിണറായി വിജയൻ അടുത്തവണ അധികാരത്തിൽ വരരുത് എന്ന് ഏറ്റവും ഉള്ളിൽ തട്ടി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സുകാരോ CPM കാരോ അല്ല, അല്ല കോൺഗ്രസ്സുകാരോ BJP കാരോ അല്ല, CPM കാർ. അത്രയ്ക്ക് പുഴുത്ത ഒരു ഭരണം. പാർട്ടി നേതൃത്വം പോലും ഈ പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ആ സർക്കാരിന് എതിരെ ഒറ്റക്കെട്ടായി ഒരു സമര പോരാട്ടങ്ങൾ നേടുന്നതിന് 110 സീറ്റ് വരെ കിട്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഈ കൈപ്പണം കെട്ടവന്മാർ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ഉള്ളപ്പോൾ കാണിക്കുന്ന ചക്കളത്തി പോരാട്ടം, സത്യം പറഞ്ഞാൽ ഈ ജനം, നമ്മുടെ കോൺഗ്രസ്സുകാരെന്നല്ല, ജനമാണ് ഇവന്മാരെ തെരണ്ടിവാൽ കൊണ്ട് അടിക്കേണ്ടത് എന്ന് എനിക്ക് ആദ്യം സൂചിപ്പിക്കാം.